ഓ യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതേ സ്തുന്വന്തി ദിവ്യൈസ്തവൈ വേദൈ സാംഗപദക്രമോപനിഷദ് ഗായന്തി യം സാമഗാ ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണൈ ദേവായ തസ്മൈ നമഃ. ദേവായ തസ്മൈ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഭഗവാൻ പരബ്രഹ്മമൂർത്തിയായ ശ്രീകൃഷ്ണനാൽ പ്രതിപാദിതമായ ഭഗവത്ഗീതയുടെ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അതിൻ്റെ സാരാംശങ്ങൾ ഉൾക്കൊള്ളാനും ജിജ്ഞാസുക്കളായി ഈ ശാന്തിപഥത്തിലേക്ക് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സഹയാത്രികരെ, നിങ്ങൾക്കെൻ്റെ കൂപ്പുകൈ. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഭഗവത്ഗീതയിലെ 3-ാമത്തെ അധ്യായമായ കർമ്മയോഗത്തിലെ ശ്ലോകങ്ങളാണ്. 12 ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു. ഈ കർമ്മയോഗത്തിൽ കർമ്മകാണ്ഡത്തിൻ്റെ ഭാഗമായുള്ള യജ്ഞത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യജ്ഞം ബ്രഹ്മാർപ്പിതമായി ചെയ്യണം, അത് സമ്പൂർണമാകണം എങ്കിൽ പൂർണ്ണമായ അവധാനത്തോടു കൂടി ചെയ്യണമെന്നാണ് ഭഗവാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് 13-ാമത്തെ ശ്ലോകം നോക്കാം. യജ്ഞശിഷ്ടാശിതഃ സന്തോ ഉച്യതേ സർവകിൽബിഷാഃ ഭുഞ്ജിതേ ത്വഖം പാപ യേ പചന്ത്യാത്മകകാരണാൽ. എന്താണ് പറയുന്നത്? നേരത്തെ പറഞ്ഞു യജ്ഞം ചെയ്യുന്നത്, കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു യജ്ഞം ചെയ്യുന്നത് പൂർണ്ണമായി ബ്രഹ്മാർപ്പിതമായിരിക്കണം എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, യജ്ഞ സമ്പദ്ദാതാവായ നമ്മുടെ ജീവിത സന്ധാരണത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ദേവന് നമ്മൾ അർപ്പിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ അനുഭവിക്കാവൂ എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. അങ്ങനെ യജ്ഞശിഷ്ടം ഉപഭോഗം ചെയ്യുമ്പോൾ, ഭുജിക്കുമ്പോൾ എന്താണ് നമുക്ക് ചോദിക്കാം. യജ്ഞശിഷ്ടാശിന സന്തോ. യജ്ഞശിഷ്ടാസിന, യജ്ഞശിഷ്ടത്തെ നമ്മൾ പ്രസാദമായി, എന്താണ് പ്രസാദം? നമ്മൾ യജ്ഞം ചെയ്യുന്നു, അത് പ്രസാദമായി സമർപ്പിക്കുന്നു. ആ പ്രസാദം നമുക്ക് തന്നെ പ്രസാദമായി തരികയാണ്. നമ്മൾ സമർപ്പിക്കുന്ന കാരണങ്ങൾ, അർഘ്യങ്ങൾ ഒക്കെയുള്ള പൂജാ സാധനങ്ങൾ നമ്മൾ പൂജ ചെയ്യുമ്പോൾ, ഇപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ പൂജ എന്ന് പറയാം, യജ്ഞം അത് വലിയ ഗംഭീരമായ കാര്യങ്ങളാണ്. അങ്ങനെ നമ്മൾ അർപ്പിക്കുന്ന വസ്തുക്കൾ അത് പ്രസാദമായി നമ്മൾ തന്നെയാണ് തരുന്നത്. ഇത് യജ്ഞത്തിൽ ചെയ്യുന്ന കാര്യം. നേരത്തെ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് ഏത് കാര്യമായാലും നമ്മൾ ഉപഭോഗം ചെയ്യുമ്പോൾ, ഭുജിക്കുമ്പോൾ അതിൻ്റെ ഒരു പങ്ക് ഭഗവത് സമർപ്പിതമാകണമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ യജ്ഞത്തിലോ യജ്ഞാശിന, യജ്ഞത്തിന്റെ ഭാഗം അശിക്കുന്ന ആൾ, യജ്ഞാശിന യജ്ഞശിഷ്ടത്തെ അനുഭവിക്കുന്ന ആൾ, യജ്ഞശിഷ്ടത്തെ ഭുജിക്കുന്ന ആൾ, സന്തോ അവര് ഭക്തന്മാരാണ്. മുച്യതേ മോചിക്കപ്പെടുന്നു. എവിടുന്ന്? അവർക്ക് മോക്ഷം ലഭിക്കുന്നു. ഈ പ്രാപഞ്ചിക ബന്ധനങ്ങളിൽ നിന്ന് അവർ മോചിക്കപ്പെടുന്നു. എന്തെന്നാൽ യാതൊരുവനാണോ ആത്മകാരണ തങ്ങൾക്ക് ഭുജിക്കാൻ വേണ്ടി മാത്രം പചന്തി പാകം ചെയ്യുന്നുവോ തേ പാപ. ഏതൊരാളാണോ തങ്ങൾക്ക് ഭുജിക്കാൻ വേണ്ടി മാത്രം, ഈശ്വരനും കൊടുക്കുന്നില്ല, വേറെ ആർക്കും കൊടുക്കുന്നില്ല, അങ്ങനെ തങ്ങൾക്ക് മാത്രമായി ഭുജിക്കാൻ വേണ്ടി പാകം ചെയ്യുന്ന ആളുകൾ ഘോരമായ പാതകമാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അഖം പാപ, ഏറ്റവും ഘോരമായ പാപമാണ്
ചെയ്യുന്നത്. കാരണം ഇത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷ്യവസ്തുക്കൾ, നമുക്ക് ഭഗവാൻ തരുന്ന ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ സ്വന്തമായി ഉപഭോഗിക്കാതെ ദൈവത്തിനും അർപ്പിക്കണം, മറ്റുള്ളവർക്കും സമർപ്പിക്കണം, മറ്റുള്ളവർക്കും ദാനം ചെയ്യണം. ദാനത്തിന്റെ പ്രാധാന്യമൊക്കെ പിന്നീട് വരുന്നുണ്ട്. അപ്പൊ ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കാര്യമാണ് ഈ ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നത്. യജ്ഞശിഷ്ടാശിന, യജ്ഞശിഷ്ടം അശിക്കുക, ഭക്ഷിക്കുന്നത്. യജ്ഞശിഷ്ടാശിന സന്തോ മുച്യതേതു യേ ആത്മകാരണാൽ പചന്തി തേ പാപ അഖം പാപ ഭുജ്യതേ. അങ്ങനെ യജ്ഞശിഷ്ടം സ്വന്തമായി മാത്രം ഭുജിക്കുന്ന ആൾ ഘോരമായ പാപത്തിലേക്കാണ് കടക്കുന്നത്. യജ്ഞശിഷ്ടാശിന സന്തോ തു യേ ആത്മകാരണാൽ, സ്വന്തം കാരണാൽ, പചന്തി. ഇവിടെ ആത്മാവ് എന്നുള്ള സ്വന്തം കാര്യം എന്നുള്ള അർത്ഥത്തിലാണ്. നമ്മുടെ ആത്മീയ കാര്യത്തിലുള്ള ആത്മാവല്ല, നമ്മുടെ ഭൗതിക തലത്തിലുള്ള സ്വന്തം എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ആത്മാവ് എന്നുള്ള പ്രയോഗിച്ചിട്ടുള്ളത്. പചന്തി തേ പാപ അഖം പാപ ഭുജ്യതേ. അങ്ങനെ സ്വന്തമായി മാത്രം ആർക്കും കൊടുക്കാതെ കഴിക്കുന്ന ആൾ ഘോരമായ അഖം പാപത്തെ ആണ് നേരിടുന്നത്, അഖം പാപത്തിലേക്കാണ് പോകുന്നത്. യജ്ഞശിഷ്ടത്തെ ഭുജിക്കുന്നവൻ, ഭക്തന്മാർ മോചിക്കപ്പെടുന്നു. നമ്മൾ യജ്ഞശിഷ്ടത്തെ ഭഗവാൻ അനുഭവിച്ചു എന്ന സങ്കല്പത്തിലുള്ള യജ്ഞശിഷ്ടത്തെ ഭുജിക്കുന്ന ആൾ സാത്വികാഹാരമാണ്. അതുകൊണ്ട് സാത്വികമായ ചിന്തയാണ് വരിക. സാത്വികമായ ചിന്ത എന്ന് പറഞ്ഞാൽ ആത്മീയമായ ചിന്തയാണ്. ആ ആത്മീയമായ ചിന്ത നമ്മുടെ മുക്തിദായകമാണ്. അതാണ് പറഞ്ഞത്. അങ്ങനെ ഭഗവാന്റെ ശിഷ്ടം അശിക്കുന്ന ആളുകൾ മോചിക്കപ്പെടുന്നു. അതല്ലാതെയോ ഭഗവാൻ കൊടുക്കാതെ യജ്ഞം കഴിക്കുന്ന, ഭഗവാൻ കൊടുക്കാതെ പാകം ചെയ്യുന്ന, ഭജിക്കുന്ന ആളുകൾ അവർക്ക് എന്ത് സംഭവിക്കുന്നു? അവർ ഘോരമായ പാപത്തിലേക്ക് കടക്കുകയാണ്. വേദപാരമ്പര്യത്തിൽ ഭക്ഷണം പാകം ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു ഭാഗം തളികയിൽ, നമ്മൾ ഭഗവാനിൽ പ്രസാദമായി വെക്കുന്നത് ഒരു ചെറിയ തളികയിലോ പാത്രത്തിലോ നമ്മൾ കൊടുക്കുന്നില്ലേ? ദൈവത്തിന് മാറ്റി വെക്കുന്ന സമ്പ്രദായമുണ്ട്. നമ്മൾ മൊത്തം പാകം ചെയ്ത ഭക്ഷണത്തിന്റെ ഒരംശം കൊടുക്കുന്ന സമ്പ്രദായമുണ്ട്. ദൈവപ്രീതിക്ക് വേണ്ടിയാണത് ചെയ്യുന്നത്. ദൈവം അത് വന്ന് അനുഭവിക്കും എന്നാണ് നമ്മുടെ വിശ്വാസം. നമ്മൾ കൊടുക്കുന്ന എന്തിനാ? നമ്മുടെ ദൈവം വന്ന് അനുഭവിക്കുന്ന കാണുന്നില്ല. പക്ഷെ നമ്മൾ ഉപഭോഗിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ എന്തായാലും അത് ഭഗവാനിൽ സമർപ്പിതമായി, എന്ത് കർമ്മങ്ങളും സമർപ്പിതമായി ചെയ്യണം. അത് ഭക്ഷ്യവസ്തുക്കളായാലും മറ്റെന്ത് കർമ്മങ്ങളായാലും ഭഗവാനിൽ സമർപ്പിതമായി ചെയ്യണം എന്ന അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഒരു ചെറിയ പോർഷൻ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആദ്യമായി ഭഗവാനിൽ സമർപ്പിക്കുന്നത്. ഇത് മറ്റ് മതങ്ങളിലുമുണ്ട്. ക്രിസ്ത്യൻ മതത്തിൽ അതിന് എന്താണ് പറയുന്നത്? അല്ല കുർബാന. അതിന് കുർബാന അതല്ല, ഇതിൽ കുർബാന എന്ന് പറയും. ആ കുർബാനയുടെ തത്വം എന്താണ്? പണ്ട് അഞ്ചപ്പം കൊണ്ട് 5000 ഊട്ടിയ യേശുവിനെ സ്മരിച്ചുകൊണ്ടാണ് ഈ കുർബാന ചെയ്യുന്നത്. അത് മറ്റ് മതത്തിലും ഉണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം ഉണ്ടാവാം. നമ്മൾ കഴിക്കുന്നത് ആഹാരം സാത്വികം തന്നെയാണോ? നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന ശാന്തിപഥത്തിലെ യാത്രികരുടെ വീട്ടിൽ സസ്യാഹാരം മാത്രമാണോ തയ്യാറാക്കുന്നത്? അങ്ങനെയുള്ള നമ്മൾ ആഹാരം ഒക്കെ നമ്മൾ ഭുജിക്കാൻ വേണ്ടി തയ്യാറാക്കിയ ആഹാരങ്ങളൊക്കെ ഭഗവാന് സമർപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ട് എന്നുള്ള അർത്ഥത്തിലില്ല. പല വീടുകളിലും ഭഗവാന് മീനിന്റെ കഷ്ണമോ ഇറച്ചീന്റെ കഷ്ണമെല്ലാം കൊടുക്കേണ്ടി വരും. അത് ശരിയാണോ? നമ്മൾ ഭുജിക്കുന്ന ആഹാരം കൊടുക്കുന്നത് ശരിയാണോ എന്ന് സ്വാഭാവികമായി സംശയം ഉണ്ടാകും. നമ്മൾ ഭജിക്കുന്ന പാകം ചെയ്യുന്ന ഭക്ഷണം കൊടുക്കണം എന്നാണല്ലോ ഇതിലിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആഹാരങ്ങൾ കഴിക്കുന്ന എന്തും കൊടുക്കാമോ എന്നൊരു ചോദ്യം ഉണ്ടാകും. അതിന് വേദം തന്നെ പറയുന്നുണ്ട്. വേദത്തിൽ മനുഷ്യർക്ക് പറഞ്ഞിട്ടുള്ളത് സസ്യാഹാരം മാത്രമാണ്. പിന്നെ നമ്മുടെ ഇടയിൽ തന്നെ രാജസ സ്വഭാവത്തിലുള്ള ആരാധനകൾക്ക് ഈ മദ്യവും മാംസവും കൊടുക്കുന്ന രീതിയുണ്ട്. താമസ സ്വഭാവത്തിൽ അത് ദേവതയാണെന്ന് പറയുന്നത്. പക്ഷെ രാജസ സ്വഭാവമുള്ള ചില ദേവതാ സങ്കല്പങ്ങൾക്ക് മദ്യവും മാംസവും കൊടുക്കുന്ന രീതിയാണ്. പക്ഷെ നമ്മൾ സാത്വികമായ ആഹാരം കഴിച്ചുകൊണ്ട് സാത്വികമായ രീതിയിൽ ചിന്തിക്കുന്ന നമ്മൾ ഭഗവാനിൽ കൊടുക്കേണ്ടത്, ഭഗവാനിൽ സമർപ്പിക്കേണ്ടത് സാത്വികമായ ആഹാരം മാത്രമാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. ഭഗവാന് കൊടുക്കേണ്ട പങ്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ കൊടുക്കുന്ന ഭക്ഷണം അതിൻ്റെ
ആഫ്റ്റർ ഇഫക്റ്റ് എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? ഭഗവാൻ പറയുന്നു 14ാമത്തെ ശ്ലോകത്തിൽ, അന്നാത് ഭവതി ഭൂതാനി പർജന്യാദന്ന സംഭവ യജ്ഞാത് ഭവതി പർജന്യോ യജ്ഞകർമ്മ സമുദ്ഭവ. ഈ 2 ശ്ലോകങ്ങൾ 14 15 ശ്ലോകങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കണം. എന്താണെന്ന് വെച്ചാല്, നമ്മൾ ഇവിടെ സംഭവിക്കുന്ന യജ്ഞം, ആ യജ്ഞം ജെന്യൂൻ ആണോ എന്ന ചോദ്യം പലരുടെയും മനസ്സിൽ ഇപ്പോഴും നിങ്ങൾക്കുണ്ടാവാം. നമ്മളിവിടെ യാഗം കഴിക്കുന്നു, യജ്ഞം കഴിക്കുന്നു, എന്താണ് അതിന്റെ ഇഫക്റ്റ്, അനന്തരഫലം എന്താണ് എന്ന സംശയം പലർക്കും ഉണ്ടാകാം. അതിനുള്ള മറുപടിയാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. എന്താണ് പറയുന്നത്? അന്നാത് ഭവതി ഭൂതാനി, അന്നത്തിൽ നിന്ന്, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് ഭൂതങ്ങൾ, ജീവജാലങ്ങൾ ഉണ്ടാകുന്നു. അന്നാത് ഭവതി ഭൂതാനി പർജന്യാദന്ന സംഭവ. പർജന്യം മഴ, പർജന്യാദന്ന സംഭവ. ഈ അന്നം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ധാന്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? മഴ കൊണ്ട് കൃഷി ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ പർജന്യാദന്ന സംഭവ. ഈ മഴ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? യജ്ഞാത് ഭവതി പർജന്യോ, യജ്ഞം കാരണമാണ് പർജന്യം ഉണ്ടാകുന്നത്. മഴ കിട്ടാതെ യജ്ഞം നടത്തുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ അനുഭവത്തിലുണ്ടല്ലോ, വായിച്ചു കേട്ടിട്ടുണ്ട്. യജ്ഞാത് ഭവതി പർജന്യോ യജ്ഞ കർമ്മ സമുദ്ഭവ. ഈ യജ്ഞം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? യജ്ഞ കർമ്മ സമുദ്ഭവ. യജ്ഞം കർമ്മത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, കർമ്മകാണ്ഡമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കർമ്മം യജ്ഞത്തിന്റെ ഭാഗമായി ചെയ്യുമ്പോൾ, യജ്ഞം ചെയ്യുന്നത് കർമ്മകാണ്ഡത്തിന്റെ ഭാഗമായിട്ടാണ്. യജ്ഞ കർമ്മ സമുദ്ഭവ. മനസ്സിലാക്കണം. അന്നാത്, അന്നധാന്യങ്ങൾ അന്നം, ധാന്യങ്ങൾ മുതലായവ, ഭവതി ഉണ്ടാകുന്നു, ഭൂതാനി ജീവികൾ. അന്നാത് ഭവതി ഭൂതാനി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ അന്നത്തിൽ നിന്ന് ഭൂതങ്ങൾ ഉണ്ടാകുന്നത്? അന്നം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ആ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരം രക്തമായി നമ്മൾ ശരീരത്തിൽ എത്തുന്നു. ആ രക്തം രേതസ്സായി മാറുന്നു. അങ്ങനെ നമ്മളുടെ മനുഷ്യ ജന്മത്തിന് കാരണമാകുന്നു. ആ അന്നമാണ് മനുഷ്യജന്മത്തിന് കാരണമാകുന്നത്. അതാണ് അന്നാത് ഭവതി ഭൂതാനി. അന്നത്തിൽ നിന്ന് രക്തമുണ്ടാകുന്നു. രക്തത്തിൽ നിന്ന് ഉണ്ടാകുന്ന രേതസ് കാരണം കുട്ടി ജനിക്കുന്നു. അങ്ങനെ തലമുറയെ സൃഷ്ടിക്കുന്നു. അന്നം ഭവതി ഭൂതാനി പർജന്യാത്. ഈ അന്നമുണ്ടാകുന്നത് പർജന്യാണ്, മഴയിൽ നിന്നാണ്. അന്നസംഭവ, അന്നമുണ്ടാകുന്നു. യജ്ഞാത്, യജ്ഞത്തിൽ നിന്ന് പർജന്യം, മഴയുണ്ടാകുന്നു. യജ്ഞം കർമ്മത്തിൽ നിന്നുണ്ടാകുന്നു. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അന്യം ഒന്നും കൂടി പറയാം. അന്നാത് ഭൂതാനി ഭവതി ഭൂതാനി പർജന്യാത് ഭവതി പർജന്യാത് അന്നസംഭവം യജ്ഞാത് പർജന്യ യജ്ഞകർമ്മ സമുദ്ഭവ. ഇതാണ് പറഞ്ഞത്. ഇവിടെ ഭഗവാൻ പ്രകൃതി ചക്രത്തെയാണ് പറയുന്നത്. പ്രകൃതിയുടെ ചംക്രമണ സ്വഭാവത്തെയാണ് പറയുന്നത്. അന്നാത് ഭവതി ഭൂതാനി പർജന്യാത് അന്നസംഭവ യജ്ഞാത് ഭവതി പർജന്യ യജ്ഞകർമ്മ സമുദ്ഭവ. അങ്ങനെ നമ്മുടെ മനുഷ്യൻ ജനിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. യജ്ഞം കാരണം മഴയുണ്ടാകുന്നു, മഴ കാരണം അന്നമുണ്ടാകുന്നു, അന്നത്തിൽ നിന്ന് മനുഷ്യനുണ്ടാകുന്നു, ആ മനുഷ്യൻ കർമ്മം ചെയ്യുന്നു, ആ കർമ്മത്തിൽ നിന്ന് ആ കർമ്മം വീണ്ടും തുറന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ചക്രം, നമ്മുടെ ജീവിത ചക്രം ഈ യജ്ഞത്തിന്റെ പ്രാധാന്യം കാണിക്കാനാണ് ഭഗവാൻ ഈ പറയുന്നത്. നമ്മുടെ ജീവിത ചക്രം യജ്ഞത്തിലൂടെ തന്നെ സംക്രമിക്കുന്നു എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. മനുഷ്യന് യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നു, അവ ദേവതകളെ പ്രീതിപ്പെടുത്തുന്നു. യജ്ഞം നമ്മൾ ചെയ്യുന്നത് എന്തിനാണ്? യാഗം ചെയ്യുന്നത് ദേവതകളെ പ്രീതിപ്പെടുത്തുന്നു. പ്രീതരായ ദേവതകൾ നമ്മുടെ ആവശ്യങ്ങൾ സഫലീകരിക്കുന്നു. അങ്ങനെ പുനഃസൃഷ്ടിയുണ്ടാകുന്നു. അത് ചക്രസ്വഭാവത്തിൽ ലോകത്തിൽ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. അടുത്ത ശ്ലോകം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. ചില ഗീതാ വ്യാഖ്യാനങ്ങളിൽ 14 15 ശ്ലോകങ്ങൾ ഒരുമിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ വ്യാഖ്യാനം ചെയ്യുകയാണ്. നമുക്ക് നോക്കാം. 15ാമത്തെ ശ്ലോകം, കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി. നേരത്തെ പറഞ്ഞതിനെ തുടർച്ച. കർമ്മം എന്താണ്?
കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷര സമുദ്ഭവം തസ്മാത് സർവഗത ബ്രഹ്മ നിത്യം യജ്ഞപ്രതിഷ്ഠിതം. കർമ്മം ചെയ്തത് കൊണ്ടാണല്ലോ യജ്ഞമുണ്ടാകുന്നത്. ആ കർമ്മത്തിന്റെ കാരണം കർമ്മം ബ്രഹ്മോദ്ഭവം വിറ്റി, കർമ്മം ബ്രഹ്മത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. നമ്മുടെ കാമ്യകർമ്മങ്ങളെ കുറിച്ച് വേദങ്ങളിൽ പറയുന്നുണ്ട്. അർത്ഥം പറഞ്ഞതിന് ശേഷം, വാക്യാർത്ഥം പറഞ്ഞതിന് ശേഷം അതിലേക്ക് കിടക്കാം. ഇപ്പോൾ ഇത് മാത്രം സൂചിപ്പിക്കുന്നു. കർമ്മം ബ്രഹ്മോദ്ഭവം, ബ്രഹ്മത്തിൽ നിന്ന് ഉണ്ടാകുന്നു. ബ്രഹ്മമോ, ബ്രഹ്മം അക്ഷര സമുദ്ഭവം, അക്ഷരത്തിൽ നിന്നുണ്ടാകുന്നു. ഇത് വിധി, അത് നീ അറിഞ്ഞാലും. കർമ്മം അക്ഷര സമുദ്ഭവം ഇതി വിധി തസ്മാത്, അതിനാൽ സർവഗതം എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മത്തെ, വേദത്തെ നിത്യം എല്ലാ ദിവസവും പ്രതിഷ്ഠിതമായി, യജ്ഞത്തിൽ പ്രതിഷ്ഠിതമായി നീ കർമ്മം ചെയ്യുക എന്നാണ് 15ാമത്തെ ശ്ലോകത്തിലൂടെ ആ യജ്ഞത്തിന്റെ രണ്ട് ശ്ലോകങ്ങളുടെ അർത്ഥം ഭഗവാൻ പൂർത്തീകരിക്കുന്നത്. കർമ്മം ബ്രഹ്മോത്ഭവം നേരത്തെ പറഞ്ഞു. ബ്രഹ്മമോ അക്ഷര സമുദ്ഭവം. എന്താണ് അക്ഷര സമുദ്ഭവം എന്ന് പറയുന്നത്? ബ്രഹ്മത്തിന്റെ ആത്യന്തിക സ്വഭാവം എന്താണ്? അക്ഷരമാണ്. ഏതാണ് അക്ഷരം? ഓമിത്യേകാക്ഷരം ബ്രഹ്മ. ഓം തന്നെയാണ് ഏകാക്ഷരം ബ്രഹ്മ. നമ്മുടെ എല്ലാ യജ്ഞത്തിന്റെയും എല്ലാ യാഗത്തിന്റെയും അടിസ്ഥാനം ഓമാണ്. ആ ഓം എന്ന ഓംകാരമാണ് ബ്രഹ്മത്തിന്റെ പ്രതിരൂപമാണ്. ആ ഓംകാരം ചെയ്തുകൊണ്ട്, യജ്ഞം ചെയ്തുകൊണ്ട് ചെയ്യുമ്പോൾ അത് ബ്രഹ്മത്തിൽ നിന്നാണ് ഈ യജ്ഞം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഓം ബ്രഹ്മം ഓംകാര അക്ഷരത്തിൽ നിന്നുണ്ടാകുന്നു എന്നത് സംശയിക്കേണ്ട. നമ്മൾ ചെയ്യുന്ന യാഗങ്ങളും കർമ്മങ്ങളും പ്രണവത്തിൽ നിന്നാണ്. ആ പ്രണവത്തിന്റെ പ്രാധാന്യം കൂടി സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ടാണ് ഭഗവാൻ ഇതിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. തസ്മാത് അക്ഷര സമുദ്ഭവം എന്ന് പറയുന്നത് ഇത് സൂചിപ്പിച്ചുകൊണ്ടാണ്. അന്വയം കർമ്മ ബ്രഹ്മോദ്ഭവം, ബ്രഹ്മ അക്ഷര സമുദ്ഭവം, അക്ഷരത്തിൽ നിന്ന് ഉണ്ടാകുന്നു. ഈ സർവഗതം, അങ്ങനെ ബ്രഹ്മത്തിൽ നിന്നുണ്ടാകുന്ന ഭഗവാനെ, ദൈവബ്രഹ്മത്തിന്റെ സ്വരൂപത്തെ, അത് സ്ഥിരമായിട്ടാണ് പ്രപഞ്ചത്തിൽ, അത് സാർവത്രികമായിട്ടുള്ളതാണ്. ആ സാർവത്രികമായിട്ടുള്ള ബ്രഹ്മത്തെ സ്ഥിരമായി പ്രതിഷ്ഠിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ചെയ്യേണ്ടുന്ന യജ്ഞമാണ്. നമ്മൾ ചെയ്യേണ്ടുന്ന പഞ്ചയജ്ഞങ്ങളെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായും അത് അനുഷ്ഠിക്കണം എന്നാണ്. യജ്ഞം ചെയ്യേണ്ടതിന്റെ പ്രാധാന്യമാണ് ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. കർമ്മം ബ്രഹ്മത്തിൽ നിന്നുണ്ടാകുന്നു, ബ്രഹ്മം അക്ഷരത്തിൽ നിന്നുണ്ടാകുന്നു. അതിനാൽ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന സർവവ്യാപിയായ വേദം നിത്യവും യജ്ഞത്തിൽ പ്രതിഷ്ഠിതമായി ചെയ്യുക. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ. യജ്ഞം എന്നാൽ എന്താ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മാർപ്പിതമായി ചെയ്യുന്ന, ഈശ്വരാർപ്പിതമായി ചെയ്യുന്ന കർമ്മങ്ങൾ അത് നിത്യവും ചെയ്യുക. ഒരു ദിവസം മാത്രം യജ്ഞം കൊണ്ട് നടത്താൻ പാടില്ല. യജ്ഞം എന്ന് ഒരു ദിവസം കൊണ്ട് മാത്രം നമ്മൾ ഈ കർമ്മം ചെയ്ത് നിർത്താൻ പാടില്ല. അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക, ദൈനംദിനമായി അത് ചെയ്യുക. വേദങ്ങൾ ഭഗവാനിൽ നിന്ന് തന്നെ ഉണ്ടായതാണ്. പറയുന്നത് ഭഗവാന്റെ വിരാട് പുരുഷന്റെ ശ്വാസനിശ്വാസങ്ങളാണ് വേദങ്ങൾ എന്നാണ് പറയുന്നത്. ബ്രഹ്മ അസ്യ മുഖാദ് ആസയത്. ഇത് ചെയ്യുന്ന കർത്താവ്, ഇവിടെ ബ്രാഹ്മണൻ എന്നുള്ളത് ആണ്. ഇത് ചെയ്യാൻ വിധിക്കപ്പെട്ട ആളുകൾ അസ്യ മുഖാദ് ആസയത്, മുഖത്തിൽ നിന്ന് വന്നതാണ്. പക്ഷെ വേദങ്ങൾ ഭഗവാന്റെ ശ്വാസനിശ്വാസങ്ങൾ ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ ശ്വാസനിശ്വാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരാളിൻ്റെ നിലനിൽപ്പിന് എത്രമാത്രം അത്യാവശ്യമാണോ ശ്വാസനിശ്വാസങ്ങൾ, അത്രയും മഹത്താണ്. ഭഗവാനെ സമയത്തോളം വിരാട് പുരുഷന്റെ ശ്വാസകോശങ്ങളാണ് എന്ന് വേദങ്ങൾ പറയുന്നത്. വേദത്തിന്റെ അതിമഹത്തായ മാഹാത്മ്യം ഇതിൽ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഈ ശാശ്വതമായ വേദങ്ങളിൽ മനുഷ്യന്റെ കടമകൾ ദൈവം തന്നെ വിധിച്ചിട്ടുണ്ട്. നമ്മുടെ ഋഗ്വേദത്തിലും സാമവേദത്തിലും അഥർവവേദത്തിലും ഒക്കെ ചെയ്യേണ്ട കർമ്മങ്ങൾ, കാമ്യകർമ്മങ്ങളെ കുറിച്ച് വിശദമായി സംഹിതകളിലും മറ്റൊക്കെയായിട്ട് അതേക്കുറിച്ച് വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഭൗതികതയിൽ മുഴുകിയിരിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാനും അജ്ഞതയുടെ അവസ്ഥയിൽ നിന്ന് നന്മയുടെ അവസ്ഥയിലേക്ക്, നന്മയുടെ അവസ്ഥ പിന്നീട് ചെന്നെത്തുന്നത് ജ്ഞാനത്തിലേക്കാണ്. അങ്ങനെ അജ്ഞാതമായ അവസ്ഥയിൽ നിന്നും
ജ്ഞാനത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്താനുള്ള എല്ലാ പടികളും നമ്മുടെ വേദങ്ങൾ പറയുന്നുണ്ട്. ഈ കർമ്മങ്ങളാണ് ഈ വേദത്തിൽ പറയുന്ന, വേദത്തിൽ അനുശാസിക്കുന്ന കർമ്മങ്ങളാണ് നമ്മൾ കരണീയമായിട്ടുള്ളത്. അപ്പോൾ ദൈവത്തിൽ അർപ്പിതമായി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് വേദത്തിൽ പറയുന്നുണ്ട്. വേദാനുശാസിതമായ കർമ്മങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ ചെയ്യുക എന്നാണ് ഭഗവാൻ പറയുന്നത്. യജ്ഞം പരമദിവ്യനായ ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. തന്ത്രസാരം, ഈ താന്ത്രിക വിധികളുടെ ഒരു തന്ത്രസാരം പറയുന്നുണ്ട്. എന്താണ്? യജ്ഞപുമാൻശ്ചൈവ. യജ്ഞം എന്ന് പറയുന്നത് യജ്ഞപുമാൻ തന്നെയാണ്, യജ്ഞപുരുഷൻ തന്നെയാണ്, അത് വിരാട് പുരുഷനാണ്. യജ്ഞശോ യജ്ഞഭാവതേ, അത് ഭാവന ചെയ്യുന്നതും യജ്ഞപുരുഷനെ തന്നെയാണ്. യജ്ഞഭുക്ചേതി പഞ്ചാത്മാ യജ്ഞേഷുച്ഛോ ഹരിസ്വയാ. ഈ യജ്ഞം എന്നത് ഹരി തന്നെയാണ്, ഭഗവാൻ തന്നെയാണ്, ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ്, ഭഗവാൻ വിഷ്ണു തന്നെയാണ്. ലോകത്തിൽ എങ്ങും പ്രസരിച്ചിരിക്കുന്ന വിഷ്ണുവിൻ്റെ മഹത്തായ സാന്നിധ്യമാണ് യജ്ഞം തന്നെ എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, യജ്ഞം ഏത് ദേവനിലേക്ക് നമ്മൾ സമർപ്പണമായി ഈശ്വരാർപ്പിതമായി ചെയ്താലും അന്തിമമായി എത്തിച്ചേരുന്നത് വിഷ്ണുവിലേക്കാണ്. അത് യജ്ഞത്തിൻ്റെ പ്രാധാന്യം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വേദത്തിലെ തന്നെ ഈ ശ്ലോകം ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത്. ഭാഗവതത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉദ്ധവരോട് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? യജ്ഞോഹം ഭഗവത്തമാഹ. ഞാൻ ആരാണ് എന്നറിയാമോ ഉദ്ധവരെ? ഞാൻ യജ്ഞം തന്നെയാണ്. മനുഷ്യൻ കാലാകാലങ്ങളിൽ ചെയ്തു വരുന്ന കർമ്മത്തിന്റെ അധിദേവത ഞാൻ തന്നെയാണ് എന്ന് ഉദ്ധവരോട് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. വേദങ്ങൾ തന്നെ പറയുന്നുണ്ട്, യജ്ഞോ വൈ വിഷ്ണു. യജ്ഞം മറ്റൊന്നുമല്ല, വിഷ്ണു തന്നെയാണ്. അതിൻ്റെ ഒരു വ്യാഖ്യാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ തത്വം ആവർത്തിച്ചുകൊണ്ട് യാഗത്തിൽ ദൈവം നിത്യനായി സന്നിഹിത. അപ്പോൾ ഒന്നുകൂടിയുണ്ട്, നമ്മൾ ചെയ്യുന്ന ഏത് യാഗത്തിലും ഈശ്വരാർപ്പിതമായി ചെയ്യുമ്പോൾ ഭഗവത് സാന്നിധ്യം ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം വ്യാപരിച്ചു കിടക്കുന്ന ഈ പ്രപഞ്ചത്തിലാകെ വ്യാപിച്ചു കിടക്കുന്ന ആളാണ്, വ്യക്തിയാണ്, സങ്കല്പമാണ് ഭഗവാൻ വിഷ്ണു. അപ്പൊ നമ്മൾ ചെയ്യുന്ന എവിടെ വെച്ച് ചെയ്താലും അത് വിരാട് പുരുഷനിലേക്ക്, അത് നമ്മുടെ യജ്ഞപുരുഷനിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് യജ്ഞം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഭഗവത് പ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ, അത് നിത്യവും ചെയ്യുക, അത് ഉത്തമമായ ഒരു പുരുഷന്റെ കടമയാണ് എന്ന് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറയുകയാണ്. യജ്ഞത്തിന്റെ അടുത്ത വിശദമായ കാര്യങ്ങൾ അടുത്ത ശ്ലോകത്തിലൂടെ പറയുന്നു. ഇപ്പോൾ തൽക്കാലം ഇവിടെ നിർത്തുന്നു. നന്ദി, നന്ദി, നന്ദി. Thank you, sir. Thank you. Thank you. Thank you, sir.